മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി CPM നേതൃത്വം. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിൽ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ നോട്ടീസിൽ ജി സുധാകരന്റെ പേരടക്കം നോട്ടീസിൽ പേര് ഉൾപ്പെടുത്തിയത് മാത്രമല്ല ആ പരിപാടിയുടെ മുഖ്യാതിഥിയാണ് ജി സുധാകരൻ. അപ്പോൾ വലിയ അവഗണന 63 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അല്ല അതിനുശേഷം ഒരു പരിപാടിക്കും ക്ഷണിക്കുന്നില്ല, വീടിന് തൊട്ടടുത്ത് നടന്ന പരിപാടിയെ പോലും അറിയിക്കുന്ന പോലുമില്ല തുടങ്ങിയ വലിയ വേദന പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്ന ജി സുധാകരൻ ഏതാണ്ട് ഉറച്ച തീരുമാനം എന്ന മട്ടിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം അത് പാർട്ടി സെക്രട്ടറിയെ കളിയാക്കി ചിരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM ഉള്ളത്. ഇപ്പോൾ പ്രധാന നേതാക്കളൊക്കെ ജി സുധാകരന്റെ വീട്ടിൽ ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. CS സുജാത ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായിട്ട് ക്ഷണമുണ്ട്. പോസ്റ്ററിലടക്കം പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജി സുധാകരൻ ആ അനുനയത്തോട് അവസാന നിമിഷം നടക്കുന്ന അനുനയത്തോട് വഴങ്ങുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേരുന്നു. അശ്വിൻ, ഒരു ക്ഷമയുടെ നെല്ലിപ്പലക നമുക്ക് ജി സുധാകരന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാമായിരുന്നു. വൈകിയാണെങ്കിലും അനുനയിപ്പിക്കാൻ തീവ്ര ശ്രമം CPM നടത്തുന്നുണ്ട്. അറിയാനുള്ളത് ജി സുധാകരൻ ആ നയത്തോട് അനുനയിക്കുമോ എന്നുള്ളതാണ്. പെരുമ്പളം പാലത്തിലേക്ക് ജി സുധാകരൻ പോവുമോ എന്നുള്ളതാണ്. ഹാഷ്മി, എന്തായാലും വലിയ തോതിലുള്ള അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ കമ്മിറ്റി അംഗം ഹരീഷും ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തി നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ CS സുധാകരനുമായി ഈ വീടിനുള്ളിൽ പറവൂരെ വീടിനുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MA ബേബി അടക്കം നേരിട്ട് ഫോണിൽ വിളിച്ചെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ ഈ തീരുമാനം, ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനം എന്ന കാര്യത്തിൽ ഏകദേശ ധാരണ. ഇപ്പോഴുള്ള സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ അനുനയിപ്പിക്കുക, ഒപ്പം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് സുധാകരനെ പിന്മാറ്റുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അതിനു പുറമെ നാളെ നടക്കാനിരിക്കുന്ന പെരുമ്പളം പാലം ഉദ്ഘാടനത്തിലേക്ക് CPMന്റെ ഔദ്യോഗിക ക്ഷണം എന്നുള്ള നിലയിൽ ജി സുധാകരനെ ക്ഷണിക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമാണ്. കഴിഞ്ഞ ദിവസം PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ നേരിൽ പങ്കെടുക്കണം, അങ്ങേ മുഖ്യാതിഥിയായി ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം കാരണമായി പറഞ്ഞത് വീണ് പരിക്കേറ്റിരിക്കുന്നതുകൊണ്ട് നടക്കാനാവില്ല, പെരുമ്പളം ദ്വീപിലേക്കുള്ള യാത്ര ദുസ്സഹമായിരിക്കും, അതുകൊണ്ട് വരാനാവില്ല എന്ന നിലപാടാണ് അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ അവഗണന പരാതി ഫേസ്ബുക്കിലടക്കം എഴുതിയിട്ടിരുന്ന അവഗണന എന്നുള്ള പരാതിക്ക് പിന്നാലെ അദ്ദേഹത്തെ നേരിൽ പരിപാടിക്ക് വിളിച്ച പരാതി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. പരാതി വെറുതെ വിളിക്കുക മാത്രമല്ല, സർക്കാരിന്റെ എല്ലാ പ്രചരണ പോസ്റ്ററുകളിലും പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്ററുകളിലും ജി സുധാകരന്റെ ഫോട്ടോ കാര്യമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ പുറത്തിറങ്ങിയ നോട്ടീസിൽ അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ഉൾച്ചേർത്ത് അതിന്റെ പേരടക്കം പ്രാധാന്യത്തോടു കൂടി നൽകിയാണ് ആ ശ്രമങ്ങൾ അദ്ദേഹം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും ഈ CS സുജാത ഏകദേശം 10 മിനിറ്റായി അദ്ദേഹവുമായി ചർച്ച തുടങ്ങിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിന് അദ്ദേഹം വഴങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹം സുജാത ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകും. കയറിപ്പോയപ്പോൾ നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിൽ ഒന്നും മിണ്ടാതെയാണ് അകത്തേക്ക് കയറിപ്പോയത്. അതിവേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ തന്നെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി ഉന്നത നേതാക്കളടക്കം MA ബേബിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അടക്കം വിളിച്ചെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഈ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള അനുകൂല മറുപടിയും ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പളം പാലം അടക്കമുള്ള വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനത്തിന് വേണ്ടി ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ വിളിച്ചോ അല്ലെങ്കിൽ നേരിൽ കണ്ടോ ഉള്ള ഒരു അനുനയ ശ്രമത്തിനൊക്കെ പാർട്ടി ഒരു വഴിയൊരുക്കിയിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തെ വന്ന് കണ്ടൊരു അനുനയം നടത്തുമോ എന്നുള്ളതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. എങ്കിലും നാളെ അദ്ദേഹം ജില്ലയിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ജി സുധാകരനെ കൂടി അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പരാതിയും പരിഭവവും ഒന്നും തീർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച മാധ്യമപ്രവർത്തകരോടക്കം അദ്ദേഹം ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്. സൈലൻസ് ഈസ് സ്ട്രെങ്ത് എന്നുള്ളതായിരുന്നു. അതായത് മൗനം ശക്തമായി തന്നെ തുടരും എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ. അതിനിടെയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അദ്ദേഹത്തെ അമ്പലപ്പുഴയിലടക്കം മത്സരിക്കാനുള്ള സാധ്യതകൾ തേടി എത്തുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് ജി സുധാകരൻ പോകുന്നത് CPM ആഗ്രഹിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.